സാമൂഹ്യമായ നീതി ഇവിടെ പുലർന്നിട്ടുണ്ടോ? എന്താണെന്നും കൊച്ചു കേരളത്തിന്റെ ഉൾപ്പെടെയുള്ള അവസ്ഥ? ഇവിടുത്തെ ദളിത് ജനവിഭാഗത്തിന്റെ, ആദിവാസി ജനവിഭാഗത്തിന്റെ, മതന്യൂനപക്ഷങ്ങളുടെ, അതോടൊപ്പം തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനകോടികളുടെ ഇന്ത്യയിലെ സാമൂഹ്യമായ അവസ്ഥ എന്താണ് ഇത് നാം ആലോചിക്കേണ്ടതുണ്ട്. ഇന്നും നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ഇന്നലെ നടത്തിയ പ്രഭാഷണത്തിൽ പറഞ്ഞതും സാമൂഹ്യനീതി പുലരണമെന്നാണ്. ഇതാവർത്തിച്ച് പരാമർശിക്കപ്പെടുമ്പോഴും സാമൂഹ്യനീതി പൂർണ്ണമായിട്ടില്ല. ഇന്നും കോരന് കുമ്പിൽ തന്നെ കഞ്ഞുകൊടുക്കുന്ന, അകറ്റി നിർത്തപ്പെടുന്ന, പൊതുമണ്ഡലങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തപ്പെടുന്ന ഒരു അപകടകരമായ ഒരു അനീതിയുടെ സാമൂഹ്യവൽക്കരണം ഇവിടെ അവശേഷിക്കുകയാണ്. ഇത് തുടച്ചു നോക്കിക്കൊണ്ട് സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ ഒരു സന്തോഷത്തിന്റെ സൃഷ്ടിക്കാൻ അഥവാ രാഷ്ട്രശില്പികളും പോരാളികളും ആദ്യകാല ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാരും ആഗ്രഹിച്ചതുപോലെ ഒരു സന്തോഷത്തിന്റെ സന്തുലിതാവസ്ഥയുടെ സമത്വത്തിന്റെ സൃഷ്ടിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ കോയമ്പത്തൂര് സംഭവം. നേരത്തെ പറഞ്ഞതിൽപ്പെട്ട ഒന്ന് സംഗതി തന്നെയാണ് കോയമ്പത്തൂരിൽ കലാപം നടന്നു, 19 പേർ മരിച്ചു, 17 പേർ പ്രതികളാണ് ആ കലാപത്തിൽ. 19 പേർ മുസ്ലിങ്ങളായിരുന്നു. പക്ഷേ ഈ 17 പേർ എവിടെ പോയി? ഏത് ജയിലിലാണ് ഉള്ളത്? ഒരു ജയിലിലും ഇല്ല. അവരെ വെറുതെ വിട്ടു. നേരെ മറിച്ച് അതിനുശേഷം ആ കാരണം കൊണ്ടുണ്ടായിത്തീർന്നിട്ടുള്ള സ്ഫോടനത്തിലെ പ്രതികൾ ഇപ്പോഴാണ് കോടതിയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 9 കൊല്ലത്തെ കാരാഗ്രഹവാസത്തിന് ശേഷം അതിൽ 9 മലയാളികളുണ്ടായിരുന്നു. ആ മലയാളികളുടെ കേസ് നമ്മൾ ഏറ്റെടുത്തു. നിയമസഹായ സമിതി രൂപീകരിച്ചുകൊണ്ട് നമ്മൾ ഏറ്റെടുത്തു. അങ്ങനെ ആ കേസിപ്പോ വിധി പറഞ്ഞിരിക്കുന്നു. നമ്മൾ ആ കേസിൽ 9 മലയാളികൾക്ക് വേണ്ടി നമ്മൾ നടത്തിയിട്ടുള്ള ആ കേസിൽ നമ്മൾ ജയിച്ചിരിക്കുന്നു. കഴിഞ്ഞ 9.5 കൊല്ലമായി അല്ലെങ്കിൽ 9 കൊല്ലമായി നമ്മൾ ഈ ഇനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ വിജയിച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പോട്ട് എടുത്തു വെച്ച കാലം ഒരിക്കലും കഴിഞ്ഞ കാലങ്ങളിൽ പുറകോട്ടെടുത്ത് വെച്ചിട്ടില്ല. നമ്മൾ സംവരണത്തിന് വേണ്ടി 2002 നമ്മൾ സംവരണ സമരജാഥ നടത്തി. ആളുകൾ അന്ന് ചോദിച്ചോണ്ട് നടക്കുമോ? വെറുതെ ഒരു സംഘടന ഇങ്ങനെ അതിലെ ഇടക്കും വടക്കും നടന്നാൽ നടക്കുമോ സംവരണം? പക്ഷേ കഴിഞ്ഞ ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടത്തിൽ ഒരു പാക്കേജ്, മുസ്ലിങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടുന്ന വിധത്തിലുള്ള ഒരു പാക്കേജ് ഉണ്ടാക്കി സമർപ്പിക്കുന്നതിലൂടെ നമ്മൾ ആ സമരവും വിജയിച്ചിരിക്കുന്നു. ഇനി മാറാട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി 130-ലധികം ആളുകൾ, നിരപരാധികളായ ആളുകൾ അടക്കമുള്ള ആളുകൾ, നമ്മൾ അറിഞ്ഞൂടാ, കോടതി വിധി വരുന്നത് വരെ എല്ലാവരും നിരപരാധികൾ തന്നെയാണ്, പ്രതികളാണ്. 130-ലധികം പ്രതികൾ വിചാരണ തടവുകാരായി കേരളത്തിൽ, ഇതുവരെ തമിഴ്നാട്ടിലായിരുന്നു, ഇപ്പൊ കേരളത്തിലുണ്ട്. ഇവരെ മോചിപ്പിക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ ആരെയും നമ്മൾ സഹകരിപ്പിക്കും ഇതിന്റെ മാർഗത്തിൽ. അതേപോലെ ആരുമായും സഹകരിക്കാൻ നമ്മൾ തയ്യാറാണ്. ഒരിക്കലും നമ്മൾ പുറകോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. ജനകീയ മുന്നേറ്റങ്ങൾ ചരിത്രത്തിന്റെ ചാലക ശക്തികളാകുന്നു. അജയ്യമായ ഒരു ആദർശത്തിന്റെ പിൻബലവും അർപ്പണബോധമുള്ള അണികളും ഈ മുന്നേറ്റത്തിന്റെ അടയാള മുദ്രകളാണ്. അലസ യൗവനങ്ങളുടെ നിലാവത്ത് മെയ്യുന്നവരല്ല
ഈ പോരാളികൾ. ഇവർ കഠിനകാലങ്ങളുടെ തീയിൽ കുരുത്തവർ. പീഡകളുടെ വെയിൽ നാളങ്ങളിൽ ഇവർക്ക് വാട്ടമില്ല. ജനതയുടെ ശാക്തീകരണത്തിനുള്ള ശ്രമങ്ങളുടെ അനന്തമായ സമരപഥങ്ങളിൽ ഇവർ 1000 സൂര്യശോഭയിൽ ജ്വലിക്കും. തളരാത്ത കാൽവയ്പുകളോടെ, തകരാത്ത ആത്മസ്ഥൈര്യത്തോടെ പുതിയ ഇന്ത്യയുടെ വിധേതാക്കളായി ഈ യുവതയെ കാലം കുറിച്ചുവെക്കും. പോർക്കളങ്ങളെ പുഞ്ചിരിക്കുവിൻ, പുതിയ വീരഗാഥകൾ പാടിയുണരുവിൻ. വരികയായി വരികയായി വരികയായിതാ പോരാളികൾ പുതിയ സമരഗാഥ പാടുവാൻ. പോർക്കളങ്ങളെ പുഞ്ചിരിക്കുവിൻ, പുതിയ വീരഗാഥകൾ പാടിയുണരുവിൻ. വരികയായി വരികയായി വരികയായിതാ പോരാളികൾ പുതിയ സമരഗാഥ പാടുവാൻ. ണങ്ങൾ വരവേൽപ്പിന്നായൊരുങ്ങുവിൻ, രക്തകമ്പളങ്ങളെ വിരിച്ചു നിൽക്കുവിൻ. രണാങ്കണങ്ങൾ വരവേൽപ്പിന്നായൊരുങ്ങുവിൻ, രക്തകമ്പളങ്ങളെ വിരിച്ചു നിൽക്കുവിൻ. ദുഷ്ടസാമ്രാജ്യത്വ ശക്തി വീണടിയുന്ന ഉഷസ്സിനെ ഉയരുണർത്താൻ വരികയായിതാ പോർക്കളങ്ങളെ പുഞ്ചിരിക്കുവിൻ, പുതിയ വീരഗാഥകൾ പാടിയുണരുവിൻ. വരികയായി വരികയായി വരികയായിതാ പോരാളികൾ പുതിയ സമരഗാഥ പാടുവാൻ. പോർക്കളങ്ങളെ പുഞ്ചിരിക്കുവിൻ, പുതിയ വീരഗാഥകൾ പാടിയുണരുവിൻ. വരികയായി